നമസ്കാരം സുഹൃത്തുക്കളെ, ടുഡേ ഫ്രഷ് മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി 2013 ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട കാസർഗോഡ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്കായി കാണിക്കുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് വെറും വോട്ട് ബാങ്കായി മാത്രം കാണുന്ന ഒരു ജനത, അതാണ് കാസർഗോഡെ ജനത. ഈ മെഡിക്കൽ കോളേജിനോടുള്ള അവഗണന കാസർഗോഡ് ജില്ലയോടുള്ള പൊതുജനാരോഗ്യ മേഖലയോടുള്ള നിത്യ ദുരിതത്തിൻ്റെ ഒരു സൂചകമാണ്. എല്ലാ രീതിയിലും തഴയപ്പെട്ട ഒരു ജനത മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് മുമ്പിൽ കീണപേക്ഷിക്കുകയല്ലാതെ വേറെന്ത് വഴി? കാറ്റിൽ വീശുന്ന വാഗ്ദാനങ്ങൾ മാത്രം മറുപടിയായി കിട്ടുന്നു. ഇവിടെ ദുരിതം അനുഭവിക്കുന്ന രോഗികൾ നല്ല ചികിത്സയ്ക്കായി മംഗലാപുരം, കണ്ണൂർ തുടങ്ങിയ ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. ഒരു ജനതയുടെ പ്രതീക്ഷയുടെ പൂക്കളിൽ നനഞ്ഞുപോയ ഈ പദ്ധതി കാലമെന്ന് വിഴുങ്ങിപ്പോകുന്ന നാളെ ശരിയാകുമെന്ന് വെറും വാക്കുകളിൽ പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇവിടുത്തെ ജനങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. ഇത് എപ്പോൾ ശരിയാകും എന്ന ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയേണ്ടവർ മൗനം പാലിക്കുന്നു. ഉക്കിനടുക്കയിലെ ഈ മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണം വേഗത്തിലാക്കാത്തത് അവിടുത്തെ ജനങ്ങളിൽ കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായാൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കാസർഗോഡിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് തന്നെ ഒരു വലിയ മുന്നേറ്റമാകും. 67 ഏക്കറിൽ 500 ബെഡുകളുള്ള ആശുപത്രി സമുച്ചയം നിർമ്മിക്കുക എന്നായിരുന്നു ലക്ഷ്യം. എന്നാൽ ആശുപത്രി ബ്ലോക്കിൻ്റെ നിർമ്മാണവും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളുടെയും പണി നിലച്ചിരിക്കുകയാണ്. ഇതോടൊപ്പം തുടങ്ങിയ മഞ്ചേരി, ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിലെ മെഡിക്കൽ കോളേജുകൾ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും കാസർഗോഡിന് ഇതുവരെ ഒരു പുരോഗതിയും കാണുന്നില്ല. ഈ മെഡിക്കൽ കോളേജ് ഗ്രാമീണ മേഖലയിലുള്ള ഒരു ജനതയുടെ ദീർഘകാല സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. BSc നേഴ്സിംഗ് ക്ലാസുകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. OPയും പ്രവർത്തനം നടക്കുന്നുണ്ട്. കോളേജ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകാത്തത് ഫണ്ടിൻ്റെ അപര്യാപ്തതയാണെന്ന് പറയപ്പെടുന്നുണ്ട്. പ്രിയ ഭരണാധികാരികളെ, ഞങ്ങളെ ഒരു വോട്ട് വാങ്ങു മാത്രമായി കാണാതെ ദയവായി ഈ മെഡിക്കൽ കോളേജിന് ഇതിനു വേണ്ടുന്ന ഫണ്ട് അനുവദിച്ചു കൊടുത്ത് ഇത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കണമേ എന്ന് കാസർഗോഡെ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ആവശ്യമാണ്. ഈ മെഡിക്കൽ കോളേജ് പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. സപ്തഭാഷാ സംഗമഭൂമിയായ പല ജാതി പല മതത്തിൽപ്പെട്ടവർ സ്നേഹത്തോടെ ജീവിക്കുന്ന ഈ കാസർഗോഡൻ മണ്ണിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം സുഹൃത്തുക്കളെ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.